പ്രിയപ്പെട്ടവരെ, CPIM-ൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കോട്ടയം ജില്ലയിലെ വിവിധ വർഗ വിഭജന പ്രസ്ഥാനങ്ങൾക്ക് നീണ്ട 4 പതിറ്റാണ്ട് കാലം സമുജ്വല നേതൃത്വം നൽകിയ സഖാവ് AB റസൽ മധ്യാഹ്ന സൂര്യൻ്റെ വിടവാങ്ങൽ പോലെ ഏവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മളിൽ നിന്നും അകന്നു പോകുന്നത്. ഫെബ്രുവരി 21 ശനിയാഴ്ച ചെന്നൈയിലായിരുന്നു സമരസമ്പന്നമായ ആ ധന്യ ജീവിതത്തിന് ആകസ്മികമായ അന്ത്യം സംഭവിച്ചത്. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ശരികൾക്കൊപ്പം ഉറച്ചു നിന്ന് പോരാടിയ സഖാവിൻ്റെ ജീവിതം മാതൃകയാക്കുകയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, പൊതുപ്രവർത്തകർക്ക് ചെയ്യാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ നീതിബോധത്തിലൂന്നിയ സമരജ്വാലയായി സഖാവ് തൻ്റെ ജീവിതം സ്വയം സമർപ്പിക്കുകയായിരുന്നു. 2019 സഖാവ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയത്. മികച്ച സംഘടനാ പാടവത്തിലൂടെ കോട്ടയത്തെ പാർട്ടിയെ ഏകശിലാരൂപത്തിലേക്ക് വാർത്തെടുക്കാൻ സഖാവിനായി എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിനാകെ അഭിമാനകരമായ ആദരവോടുകൂടി സഖാവിനോട് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന വൈവിധ്യമാണ് സഖാവിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. കൊല്ലത്ത് SN കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സമരത്തിൻ്റെ തിജ്വാലയായി മാറിയ കൊല്ലം SN കോളേജിലെ സമരപാഠങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി താരതമ്യേന ബന്ധം കുറഞ്ഞ ഒരിടത്തരം കുടുംബത്തിലെ ചെറുപ്പക്കാരന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതിന് സഹായകരമായി. അവിടെ വച്ച് സഖാവ് PK ഗുരുദാസൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വരികയും പാർട്ടിയുടെ കാൻഡിഡേറ്റ് അംഗമാകുകയും ചെയ്ത സഖാവ് മാടപ്പള്ളിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികം വേരോട്ടമില്ലാത്ത സ്ഥലത്തേക്ക് പാർട്ടി അംഗത്വത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെയുള്ള പാർട്ടി സഖാക്കൾക്ക് അന്നതൊരു അത്ഭുതമായിരുന്നു. അവിടെ നിന്നും ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനം മുതൽ ഉയർന്നുയർന്നു വന്ന് പാർട്ടിയുടെ ഏറ്റവും സമുജ്വലമായ ചുമതല ജില്ലയിലും സംസ്ഥാനത്തും നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് നമ്മളെ വിട്ടുപിരിയുന്നത്. വിവിധങ്ങളായ പോരാട്ടങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള നേതൃവൈഭവം സഖാവ് പ്രകടിപ്പിച്ചു. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിലെ CPM ഓഫീസ് കടന്നാക്രമിക്കുന്ന സംഭവമുണ്ടായപ്പോൾ അതിനെ ചെറുത്തു നിൽക്കുന്ന പോരാട്ടത്തിൻ്റെ നടുവിൽ സഖാവ് VRB അടക്കമുള്ള സഖാക്കൾക്കൊപ്പം സഖാവ് റസൽ വഹിച്ച പങ്ക് ഓർമ്മയിലുണ്ട്. മതനിരപേക്ഷതയുടെ കൊടിയേന്തിക്കൊണ്ടാണ് സഖാവ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ TV പുരം സെമിത്തേരി പ്രശ്നം ഉയർത്തുന്ന വിഷയത്തിൽ വർഗീയ ശക്തികൾക്കെതിരായ നല്ല മുന്നേറ്റം നടത്താൻ കോട്ടയം ജില്ലയെ സമരസജ്ജമാക്കിയത്. ഏത് ചെറിയ കാര്യങ്ങളിലും മികച്ച ആസൂത്രണവും ഗ്രഹപാഠവും സഖാവ് കൃത്യമായി സംഘടിപ്പിച്ചതുകൊണ്ട് പാർട്ടി ക്യാമ്പയിനുകൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങൾ, പാർട്ടി കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഇവയിലെല്ലാം സഖാവ് സമന്വയിപ്പിച്ച് രൂപപ്പെടുത്തിയ അതിൻ്റെ ജൈവികത സഖാക്കളുടെ മനസ്സിൽ മാസ്മരികമായ ഒരിടമാണ് സഖാവിനെ സമർപ്പിച്ചത്. ഈ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സഖാവിന് അവസരം കിട്ടി. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗമെന്ന നിലയ്ക്ക് സഖാവ് 5 വർഷക്കാലം ഈ നാടിനെ സേവിക്കുകയുണ്ടായി. കോട്ടയം ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്കും സഹകാരി എന്ന നിലയ്ക്കും സഖാവിൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി, CITUവിൻ്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി, കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങി നിരവധിയായ ചുമതലകൾ വഹിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ളവരുടെ, ചെത്തുതൊഴിലാളികളടക്കമുള്ളവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന, മണ്ണിലും മിണ്ണിലും സമുജ്വലനായ നൈരന്തര്യ പ്രവർത്തനത്തിൻ്റെ മികവാർന്ന ഇടപെടലുള്ള സഖാവായി ഓരോരുത്തരുടെ മനസ്സിലും വ്യക്തിപരമായ ഒരു ബന്ധം അവശേഷിപ്പിച്ച് സഖാവ് കടന്നുപോയി. നമുക്കേറെ വേദനയുള്ള ഈ നിമിഷത്തിൽ പൗരമണ്ഡലത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കൾ ഉൾപ്പെടെ ഏവരും കൂടിച്ചേരുന്ന ഈ പൗരാവലിയുടെ അനുസ്മരണ സമ്മേളനം എല്ലാവരുടെയും മനസ്സിൽ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ സഖാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരവുകളോടെ അനുശോചനങ്ങൾ അർപ്പിക്കുന്നു.
യെസ്. ചാരു ഇങ്ങോട്ട് കയറി വരും. ചാരു കയറി വരൂ. മോള് ഇവിടെ വരും. മോള് ഇവിടെ വരും. മോനെ ബാക്ക്. ജോബി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സഹോദരൻ റസലിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് ഇനിയും ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ നമ്മളെല്ലാം പാടുപെടുകയാണ്. ഇനിയും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സമയമെടുക്കും. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പുരോഗമനാശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് യുവജന പ്രസ്ഥാനത്തിൻ്റെ ചങ്ങനാശ്ശേരി ഏരിയയിലെ ബ്ലോക്ക് സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ഉപഭാരവാഹിയുള്ള ഒരാളായി സുദീർഘമായ സേവനമാണ് ആ മേഖലയിൽ അനുഷ്ഠിച്ചത്. പിന്നീട് അദ്ദേഹം ചങ്ങനാശ്ശേരി മധ്യവ്യവസായ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ, പിന്നീട് CITU ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സമിതി അംഗമായും വർക്കിംഗ് കമ്മിറ്റി അംഗമായും സേവനമനുഷ്ഠിച്ചു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം CPIM-ൻ്റെ ജില്ലാ നേതൃത്വ നിലയിലേക്ക് ഉയരുന്നത്. ആദ്യം ജില്ലാ കമ്മിറ്റിയിലും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാം ശ്രദ്ധേയമായ വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ നോക്കിക്കാണുകയുണ്ടായി. അദ്ദേഹത്തിന് ഉണ്ടായ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രം ശ്രദ്ധേയമായ രൂപത്തിൽ അതിലിടപെടുന്ന രൂപത്തിൽ ഏറ്റവും ഉന്നതമായ ചികിത്സ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ആലോചിച്ച്, സ്റ്റേറ്റ് ഭാരവാഹികളുമായി ആലോചിച്ച് അപ്പോളോ ആശുപത്രിയിലാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോളോ ആശുപത്രിയിലെ ഏറ്റവും പ്രശസ്തനായ ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ സന്തോഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ചികിത്സയും രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. ഞങ്ങളൊന്ന് ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് സ്കാൻ എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞത്, യു ആർ വെരി ലക്കി, ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചെറിയ റേഡിയേഷൻ, പിന്നീട് റോബോട്ടിക് സർജറി, അതിനുശേഷം ആവശ്യമെങ്കിൽ കീമോയും, ഇങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം എന്നായിരുന്നു വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഞങ്ങൾ 3 പേരെയാണ് അന്ന് കാണിച്ചത്. പ്രശസ്തനായ ഗ്യാസ്ട്രോ സർജനും അതേപോലെ തന്നെ ഓൺകോളജിൻ്റെ ഡോക്ടറും കാർഡിയോളജിസ്റ്റും പ്രധാനമായും അദ്ദേഹത്തെ അപ്പോളോയിൽ പരിശോധിക്കുകയുണ്ടായി. അവർ നിഷ്കർഷിച്ചതനുസരിച്ച് തന്നെ ആദ്യഘട്ടത്തിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ 28 റേഡിയേഷൻ പൂർത്തീകരിച്ചു. ഡോക്ടർ ജോസ് ടോവിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വളരെ വിജയകരമായിട്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് പൂർത്തീകരിച്ചത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ വൻകുടലിൻ്റെ അഗ്രഭാഗത്തുണ്ടായ ഒരു ട്യൂമർ ആദ്യത്തെ റേഡിയേഷനിൽ തന്നെ ചുങ്ങിയിരിക്കുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാലും ശസ്ത്രക്രിയ കഴിഞ്ഞ് അത് പൂർണ്ണമായി മാറ്റിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ
ജനുവരി മാസം 26-ാം തീയതി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു അപ്പോളോ ആശുപത്രി. 27-ന് സർജറി നടന്നു. ഏതാണ്ട് 10 മണിക്കൂറിലേറെ നീണ്ട റോബോട്ടിക് സർജറി ആയിരുന്നു. ഏറ്റവും ആധുനിക സംവിധാനത്തോടു കൂടി അപ്പോളോ ആശുപത്രി നടത്തി. ആ സർജറിക്ക് ശേഷം ഡോക്ടർമാർ താൽക്കാലികമായി ഒരു ബാഗ് ഉണ്ടാവും, അത് 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. സർജറി കഴിഞ്ഞ് വളരെ വിജയകരമായിരുന്നു എന്ന് ഡോക്ടർമാരെല്ലാം അഭിപ്രായപ്പെട്ടു. അതിൻ്റെ റിസൾട്ടുകളൊക്കെ വന്നു. ഞങ്ങളതിന് ശേഷം അത് പൂർണ്ണമായി വിജയിച്ചു എന്നറിഞ്ഞാണ് ഞങ്ങൾ അപ്പോളോയിൽ നിന്ന് മടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയുണ്ടായി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് KTDCയുടെ ഹോട്ടൽ, അവിടെ കേരള ഭവൻ, അവിടെയായിരുന്നു വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. വീട്ടിൽ പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷേ ഈ ബാഗ് കൂടെ റിമൂവ് ചെയ്ത് പോകുകയല്ലേ നല്ലത് എന്നുള്ള അഭിപ്രായം ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ശരിയാണ്, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആശുപത്രിയിൽ കഴിയേണ്ട സ്ഥിതി വന്നു. ആശുപത്രിയിലെല്ലാം ഹോട്ടലിൽ അതിന് ഡിസ്ചാർജ് ചെയ്ത് ഒരാഴ്ചത്തെ കഴിഞ്ഞ് ആദ്യത്തെ റിവ്യൂ നടന്നു. വിജയകരമായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. രണ്ടാമത്തെ റിവ്യൂ ആയിരുന്നു 20-ാം തീയതി എനിക്ക്. രാവിലെ റിവ്യൂ കഴിഞ്ഞു. ഡോക്ടർമാർ വളരെ സന്തോഷത്തോടെ 80% വുണ്ട് ഹീൽ ചെയ്തിരിക്കുന്നു, നമുക്കിനി ബാഗ് 25-ാം തീയതി റിമൂവ് ചെയ്യാം. സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സംസ്ഥാന സമ്മേളനത്തിൽ സമയത്ത് പോകണമെന്ന്. അത് ഡോക്ടർമാരുമായി സംസാരിച്ചു. തലേ ദിവസം ഞങ്ങൾ തമ്മിൽ ഫോണിലും സംസാരിച്ചു. രണ്ടാമത് എടുത്ത സ്കാൻ എടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ടോടെ കൂടി ഡോക്ടറെ കാണുകയാണ് കഴിഞ്ഞ് വിളിക്കുക. ഡോക്ടർമാർ കണ്ടു. 25-ാം തീയതി ബാഗ് നീക്കം ചെയ്ത് വീട്ടിൽ പോകാനുള്ള ഡേറ്റും തീരുമാനിച്ചു. ആശുപത്രിയിൽ നിന്ന് പോകുന്ന അദ്ദേഹം റൂമിലെത്തി. കയറിയില്ല അതിന് മുമ്പ് തന്നെ, ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് തലകറക്കം ഉണ്ടായി. അവിടെ അദ്ദേഹം ബോധം കെട്ട് വീണു. കൂടെ ഉണ്ടായിരുന്ന മോള് എല്ലാ ശ്രമത്തിലും CPR കൊടുക്കാനുള്ള സൗകര്യം ഉറക്കായി. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉൾപ്പെടെ ആളുകൾ ഓടിക്കൂടി. അവരെല്ലാം CPR കൊടുത്തു. വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ പക്ഷേ അപ്പോളോ ആശുപത്രിയിലെ പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രമോദ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് പരിശോധിച്ചു. ഞാൻ ഡോക്ടറെ അപ്പം തന്നെ വിളിച്ച് സംസാരിച്ചു. എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ കൊച്ചിയിലുണ്ടായിരുന്നു, അദ്ദേഹം അപ്പം തന്നെ വിളിച്ചു. പക്ഷേ ഏതാണ്ട് ഒരു 15 മിനിറ്റ് ശ്രമം നടത്തിയെങ്കിലും ആ CPR കൊണ്ടൊന്നും റിമൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാർഡിയക് അറസ്റ്റാണ് ഉണ്ടായത് എന്ന് ഡോക്ടർ തിരിച്ച് സംസാരിച്ചു. കോസ് ഓഫ് ഡെത്തിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാർഡിയക് അറസ്റ്റ്. അങ്ങനെയാണ് സഹാവിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഏതെല്ലാം തരത്തിൽ ഇത്തരമൊരു രോഗത്തിന് സഹായകരമായി ഉണ്ടോ അതെല്ലാം നമ്മൾ പ്രയോഗിക്കുകയുണ്ടായി. അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ഉറപ്പാക്കി. പക്ഷേ നിർഭാഗ്യകരവും വേദനാജനകവുമായ ആ സംഭവം നടന്നു. അതിനുശേഷം പിന്നീട് അന്ന് രാത്രി ഞങ്ങളെല്ലാം ചെന്നൈയിലെത്തി. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുമായി നെടുമ്പാശ്ശേരിയിലെത്തി. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടവും അതിൻ്റെ ഉള്ളടക്കവും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ കോട്ടയം പോലൊരു ജില്ല എല്ലാവർക്കും അറിയാം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് പല രൂപത്തിലുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും കുറിച്ചു കിടക്കാനുള്ള ജില്ലയാണ്. അത്തരമൊരു ജില്ലയിൽ നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ, അർപ്പണ മനോഭാവത്തോടെ എല്ലാം എനിക്ക് പാർട്ടി
ആ പാർട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ കമ്മിറ്റ്മെൻറ്റ് എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് അദ്ദേഹം രോഗാതുരനായ ഘട്ടത്തിൽ ഞാൻ നിരവധി പ്രാവശ്യം പരിപാടികളുടെ ബാഹുല്യം കുറയ്ക്കണം, സമ്മേളനങ്ങളിലെ സാന്നിധ്യം കുറച്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രസ്ഥാനത്തോടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധതയും ചുമതലാബോധവും അദ്ദേഹത്തെ കർമ്മനിരതനാക്കി മുന്നോട്ട് കൊണ്ടുപോയി. വിശ്രമരഹിതമായ ജീവിതത്തിൻ്റെ വസന്തകാലം പൂർണ്ണമായി ഒരു സമർപ്പിത ജീവിതം മഹത്തായ പ്രസ്ഥാനത്തിൽ, ഈ സമൂഹത്തിൽ അദ്ദേഹം ബഹുജന വേദികളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ചങ്ങനാശ്ശേരി അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ പരസ്പരം അത് കൂടിയാലോചിച്ച് നമുക്ക് ടീമായി നീങ്ങാം എന്നെപ്പോഴും പറയുന്നത്. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരിക്കൽ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടിയ മർദ്ദനം അഴിച്ചുവിട്ട് ആഫീസ് തല്ലി തകർത്ത് VRBയും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പലരും ഈ സദസ്സിലുണ്ട്. ഞാൻ രാത്രി എത്തുമ്പോൾ എല്ലാവരും രക്തം മാറുന്നടിക്കുന്ന രൂപത്തിലായി. മറ്റു പലരും വിഷമത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും സൗരസ്ഥൻ നിർഭയനായി അദ്ദേഹം സഹിഷ്ണുതയോടെ, സംയമനത്തോടെ, സമയത്തതയോടെ ആ സമരത്തെ നേരിട്ട രൂപവും ഇവരെല്ലാം ആശുപത്രിയിലാക്കാൻ സഹായിക്കണം. ഞങ്ങൾ അന്ന് രാത്രി തന്നെ എല്ലാവരെയും ആശുപത്രിയിലാക്കി. അതിഭീകരമായൊരു രംഗമായിരുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും പോരാട്ടവീര്യത്തിൻ്റെ സന്ദർഭങ്ങളിലുമെല്ലാം നിർഭയമായി തന്നെ ആ പ്രശ്നത്തെ സമീപിക്കാനും അതിനെ അതിജീവിക്കാനും കരുത്ത് കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇടപെടുന്നവർക്കൊക്കെ വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്ത് എല്ലായ്പ്പോഴും നാടിൻ്റെ നാനാതരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന്മേൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചും പ്രതികരണശേഷി ഉയർത്തിയും സമയോചിതമായും സന്ദർഭോചിതമായും വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള നേതൃത്വ പാഠവും എല്ലാം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. അങ്ങനെ കോട്ടയം ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ഏറ്റവും ഭംഗിയായി ധീരമായി ഈ കാലഘട്ടത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അദ്ദേഹം ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ സെക്രട്ടറിയായി വരുന്നത്. തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ സമ്മേളനത്തിലും ഈ സമ്മേളനത്തിലും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ നിലയിലും നമ്മുടെ ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ വലിയ രൂപത്തിൽ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നത്. ധീരമായ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വത്തെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിമാനാദരവോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് സാങ്കേതികമാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇനിയും സമയമെടുക്കുമെന്നറിയാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി സമ്പത്ത് കുടുംബാംഗങ്ങളെയും സഹാക്കളെയും അനുശോചനം അറിയിച്ച് ചെങ്കൊടി താഴ്ത്തി കിട്ടുന്നു. നന്ദി, നമസ്കാരം.